ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മൾ മഹാഭാരതത്തിൻ്റെ ഓരോരോ അധ്യായങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ പഠിച്ചത് പാണ്ഡവരും കൗരവരും കുരുക്ഷേത്ര മുന്നിൽ ഒത്തുകൂടി. അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് അടുത്ത ദിവസം തന്നെ യുദ്ധം ആരംഭിക്കണമെന്ന്. അതിനു മുമ്പായിട്ട് ദുര്യോധൻ പാണ്ഡവരെ അപമാനിച്ച് ഒരു സന്ദേശം അയക്കുകയാണ് ഉലൂഖനിലൂടെ. ഉലൂഖൻ ശകുനിയുടെ മകനാണ്. ആ സന്ദേശം കേട്ടിട്ട് പാണ്ഡവർക്ക് വലിയ ദേഷ്യം വരികയാണ്. തിരിച്ചവർ നല്ല ചുട്ട മറുപടി കൊടുക്കുകയാണ്. അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. ആ മറുപടി ദുര്യോധന് കിട്ടുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് ഇനി അടുത്ത എന്ത് തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, പിറ്റേ ദിവസം തന്നെ യുദ്ധം തുടങ്ങുകയാണ്, എന്ത് നയമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഭീഷ്മരുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഭീഷ്മരോട് ചോദിക്കുന്നു, നമ്മുടെ സൈന്യത്തിൻ്റെയും അവരുടെ സൈന്യത്തിൻ്റെയും തമ്മിലുള്ള ബലം എന്താണ്, ബലഹീനതകളൊക്കെ എന്താണ് എന്നൊന്ന് പറയണമെന്ന്. അങ്ങനെ ഭീഷ്മർ കൗരവപക്ഷത്തെ ഓരോരോ യോദ്ധാക്കളെക്കുറിച്ചും പറയുകയാണ്. കർണൻ്റെ കാര്യം വന്നപ്പം കർണൻ അത്ര ബലവാനല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് കേട്ടപ്പോൾ കർണന് വലിയ ദേഷ്യമായി. കർണൻ പ്രതികരിക്കുകയാണ്. ഒരുവിധ ദുര്യോധൻ കർണനെ ശാന്തനാക്കുകയാണ്. ഭീഷ്മർ കർണനെ കൊല്ലാൻ വരെ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഭീഷ്മർക്കും ദേഷ്യമായി. ഒരുവിധം ദുര്യോധൻ സമാധാനിപ്പിക്കുകയാണ് രണ്ടുപേരെ. എന്നിട്ട് പാണ്ഡവപക്ഷത്തെ ബലത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ശിഖണ്ഡിയെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വരികയാണ്. അന്നേരം ശിഖണ്ഡി ആരാണ് എന്നുള്ളൊരു ചർച്ചയാണ് ഇന്നത്തെ അധ്യായം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരഗദാദാംധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ. ശ്രീഭാഷഭാനുവീ ദേവി ദൈതായ കൃപാപ്രിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിധ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രണമ്രസാംബോധേ പദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയം വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരത്വ
പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേ മത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹനോ ദിവ്യദ്വൃന്ദാരണ്യഗത്പത്രിമല ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാനന്ദ സേവ്യമാനസ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീവരത്തടസ്ഥിത കർഷൻ വേണുസ്വനേൻ ഗോപിർ ഗോപിനാഥ ശ്രീസ്തന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേന്ദ്രിയം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. കഴിഞ്ഞ അധ്യായത്തിൽ ഇരുപക്ഷത്തെയും സൈനികർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുന്ന ഒരു രംഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ ദുര്യോധനൻ വളരെ മോശമായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുന്നതും അതിന് പാണ്ഡവർ മറുപടി കൊടുക്കുന്നതായിട്ടാണ്. ഇരുപക്ഷത്തെയും ബലത്തെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും ഭീഷ്മർ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശിഖണ്ഡിയെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നു. അതുകൊണ്ട് ഭീഷ്മർ ശിഖണ്ഡി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഇന്നത്തെ അധ്യായം. നമുക്ക് നോക്കാം. ഭീഷ്മർ പറയുകയാണ്, എല്ലാ കൗരവസഭയിൽ എല്ലാ കൗരവ യോദ്ധാക്കളും അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. കൗരവ സൈന്യത്തിലെ ഭീഷ്മർ ചർച്ച തുടരുകയാണ്. ഭീഷ്മർ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരിക്കലും സിംഹാസനത്തിലിരിക്കത്തില്ല, ഞാൻ വിവാഹം കഴിക്കത്തില്ല, അത് സന്താനങ്ങൾ കൊണ്ടുവരത്തില്ല, ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുള്ള അഖണ്ഡ ബ്രഹ്മചാരിയായിട്ടിരിക്കുമെന്ന്. എൻ്റെ അച്ഛൻ ശാന്തനു സത്യവതി ദേവിയെ വിവാഹം കഴിച്ചു. 2 മക്കൾ ജനിച്ചു, ചിത്രാംഗതനും വിചിത്രവീര്യനും. ശാന്തനു മഹാരാജാവ് എൻ്റെ അച്ഛൻ നേരത്തെ തന്നെ പോയി. അതുകൊണ്ട് ചിത്രാംഗതനെയും വിചിത്രവീരൻ്റെയും കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായി. ഗന്ധർവരാജനുമായിട്ടുള്ള യുദ്ധത്തിൽ ചിത്രാംഗതൻ മരിക്കുകയാണ്. വിചിത്രവീര്യൻ മാത്രമേ പിന്നെ അവകാശിയായിട്ട്, ഈ സിംഹാസനത്തിന് അവകാശിയായിട്ട് ബാക്കിയുണ്ടായിരുന്നു. വിചിത്രവീര്യൻ വിവാഹപ്രായം ആയപ്പോൾ അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അറിഞ്ഞു, കാശി രാജാവ് ഒരു സ്വയംവരം നടത്തുന്നതായിട്ടും. കാശി രാജാവിന് 3 പെൺകുട്ടികളുണ്ട്, അംബ, അംബിക, അംബാലിക.
അതുകൊണ്ട് കാശി രാജ്യത്ത് പോയി അവിടെ യുദ്ധം ചെയ്ത് നമ്മുടെ ഈ കൗരവ വംശത്തിൻ്റെ ശക്തി കാണിച്ച് പെൺകുട്ടികളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അവിടെ ഒരുപാട് രാജാക്കന്മാരും രാജകുമാരന്മാരും അവിടെ ഉണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാവരും ഈ 3 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വന്നതായിരുന്നു. ക്ഷത്രിയർക്ക് പല തരത്തിലുള്ള വിവാഹങ്ങളും അനുവദിച്ചിട്ടുള്ളതാണ്. അതിൽ ക്ഷത്രിയരുടെ ബലം കാണിച്ചിട്ട് വധുവിനെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ ക്ഷത്രിയരുടെ സാമർഥ്യം. അതിൽ പെൺകുട്ടിയും സന്തുഷ്ടയാണ്. കാരണം ഇവിടെ ക്ഷത്രിയൻ്റെ ബലം കാണിക്കുന്നതിൻ്റെ അർത്ഥം ആ ക്ഷത്രിയൻ എന്നെ നോക്കാൻ പ്രാപ്തനാണ് എന്നൊരു സന്ദേശം കൂടെയാണ് ഇവിടെ വരുന്നത്. അല്ലാതെ തെറ്റായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയല്ല തട്ടിക്കൊണ്ടുവരുന്നത്. പക്ഷേ ക്ഷത്രിയർ അവരുടെ ബലം കാണിക്കുകയാണ്. അതിൽ പെൺകുട്ടിക്കും സന്തോഷമേ ഉള്ളൂ. അതാണ് പൊതുവെ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഭീഷ്മർ അവിടെ പ്രഖ്യാപിച്ചു, ഞാൻ ഈ 3 പെൺകുട്ടികളെയും എൻ്റെ ഇളയ സഹോദരനായ വിചിത്ര വീരന് വിവാഹം കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തടയണമെങ്കിൽ തടയാം. എന്നിട്ട് ആ 3 പെൺകുട്ടികളെയും ഞാൻ രഥത്തിൽ കയറ്റി പോവുകയായിരുന്നു. ആദ്യം രാജാക്കന്മാരെല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ്. അവർക്ക് എന്തുവാ സംഭവിക്കുന്നത് പോലും അറിഞ്ഞില്ല. പിന്നെ അവർക്ക് ദേഷ്യം വന്നു. അവരെല്ലാം രഥത്തിൽ കയറി കവചങ്ങളൊക്കെ ധരിച്ച് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. 100 കണക്കിന് രാജാക്കന്മാർ എന്നെ പിന്തുടരുകയായിരുന്നു. 1000 കണക്കിന് അസ്ത്രങ്ങൾ എൻ്റെ രഥത്തിന് നേരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതെല്ലാം തടഞ്ഞു. 3 കുമാരിമാരും വളരെയധികം ഭയത്തിലായിരുന്നു. അവസാനം ഞാൻ എൻ്റെ വില്ല് ഒക്കെ ഓരോ രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഞാൻ അസംഖ്യം അസ്ത്രങ്ങൾ മറുപടിയായിട്ട് അയച്ചു. അതേ സമയത്ത് ഓരോരോ രാജാക്കന്മാർക്കെതിരെയും എൻ്റെ അസ്ത്രം പോയി. വളരെ വേഗതയിൽ ഞാൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാർക്കും മുറിവേറ്റു. അവർക്ക് എൻ്റെ സാഹസികത കണ്ട് അഭിനന്ദിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പല രാജാക്കന്മാരും മരിച്ചു വീണു. പല വ്യക്തികളുടെയും ആയുധങ്ങളെല്ലാം നശിച്ചു, കവചങ്ങൾ നശിച്ചു. അവരെല്ലാം അവരുടെ രാജ്യത്തിലേക്ക് ഓടി. പക്ഷെ ശാൽവ രാജാവ് മാത്രം എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ശാൽവൻ്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു പെൺകുട്ടിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ശാൽവൻ പറഞ്ഞു, നീ അവിടെ നിൽക്കൂ. അവസാനം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നു. വളരെ ശക്തമായിട്ടുള്ളൊരു യുദ്ധം ഞാനും ശാൽവനുമായിട്ട് നടന്നു. അധികം താമസിക്കാതെ തന്നെ ഞാൻ ശാൽവനെ കീഴ്പ്പെടുത്തി അവൻ്റെ രഥമെല്ലാം നശിപ്പിച്ചു. പക്ഷെ ഞാൻ അവനെ കൊന്നില്ല. എന്നിട്ട് ഞാൻ ഹസ്തിനപുരിയിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ഹസ്തിനപുരിയിൽ എത്തിയപ്പോൾ മൂത്ത പെൺകുട്ടിയായ അംബ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ശാൽവനെ എൻ്റെ പതിയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഹൃദയാംഗതമായിട്ട് ശാൽവനും എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ അച്ഛൻ അതിന് സമ്മതിച്ചതുമാണ്. സ്വയംവരത്തിൽ ഞാൻ ശാൽവനെ തന്നെ സ്വീകരിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ അങ്ങ് എന്നെ അപഹരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. അങ്ങ് ധർമ്മിഷ്ഠനാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് പറയാൻ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് ബ്രാഹ്മണരുമായിട്ട് ചർച്ച ചെയ്യട്ടെ എന്നത്. അങ്ങനെ അവസാനം തീരുമാനമെടുത്തു അംബയെ വീണ്ടും ശാൽവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്.
അങ്ങനെ ഒരുപാട് ബ്രാഹ്മണരുടെ അകമ്പടിയോടുകൂടി തോഴിമാരുടെ കൂട്ടത്തിൽ എല്ലാ ബഹുമാനത്തോടും കൂടി അംബയെ ശാൽവൻ്റെ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ശാൽവൻ അംബയെ കണ്ട ഉടനെ പറഞ്ഞു, ഞാൻ നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്നെ ഒരാൾ ഇവിടുന്ന് അപഹരിച്ച് കൊണ്ടുപോയതാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, എല്ലാ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ചാണ് ഭീഷ്മര് നിന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് ആ സ്ഥിതിക്ക് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. നിന്നെ വേറൊരാൾ സ്പർശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിന്നെ എനിക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അമ്പ പല രീതിയിലും ശാൽവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. പറഞ്ഞു, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവസരം കിട്ടിയ ഉടൻ തന്നെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ശാൽവൻ ഉറച്ചു തന്നെ നിന്നു, ഒരിക്കലും സ്വീകരിക്കാൻ കഴിയത്തില്ലെന്ന്. അങ്ങനെ അപമാനിതയായ അംബ നേരെ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് അംബ പറഞ്ഞു, ഇത് എത്ര വലിയ ആപത്താണ് എനിക്ക് വന്നിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം എന്നെ അകറ്റി, ശാൽവനും എന്നെ ഉപേക്ഷിച്ചു. ഇനി എനിക്ക് ഹസ്തിനപുരിയിലും തിരിച്ചു പോകാൻ കഴിയില്ല, എനിക്ക് വീട്ടിലും തിരിച്ചു പോകാൻ കഴിയില്ല. എല്ലാവരും എന്നെ അവഗണിച്ചിരിക്കുകയാണ്. അങ്ങനെ അംബയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ അംബ ഇതിനെല്ലാം കാരണക്കാരനായി കണ്ടത് ഭീഷ്മരെ തന്നെയാണ്. അതുകൊണ്ട് അംബയ്ക്ക് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു ചെല്ലുന്നതിന് പകരം അംബ ഒരു ആശ്രമത്തിലേക്ക് തിരിക്കുകയാണ്. രാത്രി മുഴുവൻ അവിടെ നിന്നു. പകൽ നോക്കിയപ്പം അവിടെയുള്ള ഋഷിമാർ കണ്ടു അംബ ഇങ്ങനെ കരയുന്നതായിട്ട്. ഋഷിമാർ ചോദിച്ചു, നീ കരയുന്നതിൻ്റെ കാരണം എന്താണ്? അംബ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഋഷിമാരോട് അഭ്യർത്ഥിച്ചു സഹായത്തിനായിട്ട്. ഋഷിമാർ പറഞ്ഞു, നമ്മൾ ഈ ലൗകിക കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നവരാണ്. നമ്മൾ എന്ത് സഹായമാണ് നിനക്ക് ചെയ്യാൻ കഴിയുക? അംബ ഉടനെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ആശ്രമത്തിൽ തങ്ങാൻ നമ്മളെ അനുവദിക്കണം. ഞാൻ ഇനി തപസ്യ ചെയ്ത് ജീവിച്ചോളാം. അംബ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് ഇത്രയും ദുരിതങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ പാപം കൊണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തപസ്യയിലൂടെ അതിൽ നിന്ന് മോചിതയാകാൻ ആഗ്രഹിക്കുന്നു. ഋഷിമാരെല്ലാം തമ്മിൽ ചർച്ച ചെയ്തു. ചില ഋഷിമാർ പറഞ്ഞു, ശാൽവൻ അംബയെ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ ചിലവർ പറഞ്ഞു, ഭീഷ്മര് അംബയെ വിവാഹം കഴിക്കണം. അവസാനം അവരെല്ലാവരും കൂടെ തീരുമാനമെടുത്തു, അംബ, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സ്ത്രീക്ക് എപ്പോഴും അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ മകൻ്റെയോ സംരക്ഷണം വേണം. പക്ഷെ അംബ പോകാൻ തയ്യാറായില്ല. എന്നിട്ട് അംബ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ എന്നും അപമാനം സഹിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെ ഋഷിമാരെല്ലാവരും ഒത്തുകൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഹോത്രാവഹൻ എന്ന് പറയുന്നൊരു ഋഷി അവിടെ വന്നു. അദ്ദേഹത്തിന് അംബയുടെ കാര്യത്തിൽ ഒരുപാട് വിഷമം തോന്നി. കാരണം വകയിൽ അംബയുടെ ഒരു പിതാമഹനായിട്ടും ഹോത്രാവഹൻ വരും എന്നുള്ളതാണ്. ഹോത്രാവഹന് വലിയ ദേഷ്യമായി ഭീഷ്മരിങ്ങനെ അപഹരിച്ച് കൊണ്ടുപോയത് കേട്ടപ്പോൾ.
ദേഷ്യത്താൽ ഹോത്രാവൻ പറഞ്ഞു, അമ്പ, നീ ഒരുപാട് ദുഃഖിച്ചു. നീ അച്ഛൻ്റെ വീട്ടിലൊന്നും പോകണ്ട. അതിലൂടെ നിന്റെ ദുഃഖം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നം പരശുരാമ ഋഷിയുടെ മുമ്പിൽ വയ്ക്കൂ. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിന്റെ ദുഃഖമെല്ലാം അദ്ദേഹം അകറ്റും. അദ്ദേഹം ഭീഷ്മരെ നിന്നെ സ്വീകരിക്കാൻ നിർബന്ധിപ്പിക്കും, അല്ലെങ്കിൽ ഭീഷ്മരെ അദ്ദേഹം വധിക്കും. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് പരശുരാമസ്വാമി മാത്രമാണ്. പിന്നെ എന്തോ നിയോഗത്താൽ പരശുരാമസ്വാമി ആ ആശ്രമത്തിൽ പിറ്റേ ദിവസം വരുമെന്നുള്ളൊരു സാഹചര്യം വന്നു. അതിരാവിലെ തന്നെ പരശുരാമസ്വാമി അവിടെ എത്തി. കറുത്ത മാൻതോലും ധരിച്ചുകൊണ്ട് ചുറ്റും ശിഷ്യരുമായിട്ട് വന്നു. തോളത്ത് മഴവും കെട്ടിവെച്ചിട്ടുണ്ട്, വില്ലും കെട്ടിവെച്ചിട്ടുണ്ട്. പരശുരാമനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയം വരും. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രൂപമൊക്കെ. നല്ല നീളമുള്ള ജടയും ധരിച്ചിട്ടുണ്ട്. ആ ജട തോളത്ത് വരെ കിടപ്പുണ്ടായിരുന്നു. കണ്ണൊക്കെ തപോബലത്താൽ അഗ്നിയെപ്പോലെ ജ്വലിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും ബഹുമാനമൊക്കെ കൊടുത്ത്, ആർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്ത് പൂജിച്ചു. എന്നിട്ട് ഹോത്രാവഹനുമായിട്ട് പരശുരാമ ഋഷി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അമ്പയുടെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. പരശുരാമസ്വാമി ഉടനെ അമ്പയെ വിളിച്ചു. എന്നിട്ട് പരശുരാമസ്വാമി പറഞ്ഞു, ഹോത്രാവഹൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണോ അതേപോലെ നീയും എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നീ പറയൂ. നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭീഷ്മരോട് നിന്നെ സ്വീകരിക്കാൻ ഞാൻ പറയാം. അവൻ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ നശിപ്പിക്കുന്നതായിരിക്കും. അവനെ, അവൻ്റെ എല്ലാ മന്ത്രിമാരെയും എല്ലാവരെയും തോൽപ്പിക്കുന്നതായിരിക്കും. ഇനി ശാൽവനോട് നിന്നെ സ്വീകരിക്കാൻ പറയുകയാണെങ്കിൽ, ശാൽവനോട് നിന്നെ സ്വീകരിക്കാൻ പറയണമെങ്കിൽ ഞാൻ അത് ചെയ്യാം. നിന്റെ തീരുമാനം പറയാൻ പറ്റും. അമ്പ പറഞ്ഞു, ഇപ്പോഴത്തെ എൻ്റെ ഈ ദുരിതത്തിന് കാരണം ഭീഷ്മരാണ്. അതുകൊണ്ട് അങ്ങ് ഭീഷ്മരെ കൊല്ലണം. എനിക്ക് അവനോട് വലിയ ദേഷ്യം തോന്നുകയാണ്. അതുകൊണ്ട് ഭീഷ്മരെ അങ്ങ് കൊന്നാ മതി എന്ന് പറഞ്ഞു. പരശുരാമസ്വാമി എനിക്കെതിരെ ആയുധം എടുക്കാൻ മടിച്ചു. പരശുരാമസ്വാമി പറഞ്ഞു, ബ്രാഹ്മണർ പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ ആയുധം എടുക്കുകയുള്ളൂ. അതെൻ്റെ പ്രതിജ്ഞയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഭീഷ്മൻ അല്ലെങ്കിൽ ശാൽവൻ, ഇവരെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ നിർബന്ധിക്കാൻ കഴിയും നിന്നെ വിവാഹം കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഇവരിൽ രണ്ടുപേരിൽ ഒരാളെ നീ ഭർത്താവായിട്ട് സ്വീകരിക്കണം. ബാക്കിയെല്ലാം ഞാൻ തീരുമാനിച്ചോളൂ. പക്ഷേ അമ്പയ്ക്ക് ഭീഷ്മരെ കൊല്ലണം എന്നുള്ളൊരാഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് പരശുരാമനെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു ഭീഷ്മരെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കാനായിട്ട്. ആ സമയത്ത് വേറൊരു ഋഷി അകൃതവനൻ അമ്പയെടുത്ത് കാരുണ്യം തോന്നിയിട്ട് പറഞ്ഞു, അകൃതവന ഋഷിയും കൂടെ പരശുരാമസ്വാമി എടുത്ത് അഭ്യർത്ഥിച്ചു, അങ്ങ് ഭീഷ്മരായിട്ട് യുദ്ധം ചെയ്യണം. എന്നിട്ട് അകൃതവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ഋഷിയാണ്. അതുകൊണ്ട് പരശുരാമസ്വാമി അംഗീകരിച്ചു. പരശുരാമസ്വാമി പറഞ്ഞു, ശരി, ഞാൻ ഭീഷ്മരുടെ അടുത്ത് പോയി ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കാം. അവ എൻ്റെ വാക്ക് സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ തീർച്ചയായിട്ടും വധിക്കുന്നതായിരിക്കും. പിറ്റേ ദിവസം അമ്പയോടൊപ്പം ഹസ്തനപുരിയിലേക്ക് എത്തുകയാണ് പരശുരാമസ്വാമി. ഭീഷ്മര്
അർഘ്യപാദ്യങ്ങളൊക്കെ നൽകി പൂജിച്ചിരുത്തി. അതിനുശേഷം പരശുരാമസ്വാമി, അതൊന്നിട്ടൊന്ന് ആലോചിക്കണം, ഭീഷ്മരുടെ ഗുരുവും കൂടെയാണ് പരശുരാമസ്വാമി. അന്നേരം ക്രോധത്താൽ പരശുരാമസ്വാമി പറഞ്ഞു, ഭീഷ്മ, നീ എന്ത് ചിന്തിച്ചിട്ടാണ് അംബയെ അപഹരിച്ചത്? നീ ബലാത്കാരേണ അംബയെ തട്ടിക്കൊണ്ടുവന്നിട്ട് നീ ഇപ്പോൾ അവളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവളുടെ എല്ലാ ഭാഗ്യത്തെയും നീ തട്ടിയെടുത്തു. ഇനി അവളെ സ്വീകരിക്കാൻ ഈ ലോകത്ത് തന്നെ ആരുമില്ല. അതുകൊണ്ട് ഇനി നിന്റെ സഹോദരന് വേണ്ടി നീ അവളെ സ്വീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി അവളെ സ്വീകരിക്കേണ്ടതാണ്. ഭീഷ്മർ പറഞ്ഞു, അംബയെ എനിക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ വേറൊരു ആളാണിപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരിക്കലും ഒരാണും സ്വീകരിക്കാൻ പാടില്ല. ഭയത്താലോ അത്യാഗ്രഹത്താലോ ആസക്തിയാലോ അതോ മറ്റുള്ളവരോട് കാരുണ്യം ചെയ്യാൻ വേണ്ടിയോ ഞാൻ ഒരിക്കലും എൻ്റെ ധർമ്മം ത്യജിക്കത്തില്ല. ഹരേ കൃഷ്ണ. ഇതെൻ്റെ പ്രതിജ്ഞയാണ് രാമ. ഋഷിക്ക് വലിയ ദേഷ്യം വന്നു. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും അധർമ്മം ചെയ്യുന്നത് ഒന്നുകിൽ ഭയത്താൽ, അത്യാഗ്രഹത്താൽ, അല്ലെങ്കിൽ ആസക്തിയാൽ, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർഭയത്താലോ അത്യാഗ്രഹത്താലോ ആസക്തിയാലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാരുണ്യം തോന്നിയിട്ടോ ഞാൻ ഒരിക്കലും ധർമ്മം ത്യജിക്കത്തില്ലെന്ന് ഭീഷ്മർ പറയാണ്. ഇത് കേട്ടോണ്ടേ പരശുരാമസ്വാമിക്ക് ദേഷ്യം വന്നു. ഞാൻ പറയുന്ന പ്രകാരം നീ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ ഈ മന്ത്രിമാരെ എല്ലാവരും വധിക്കുന്നതായിരിക്കും. വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പല രീതിയിലും അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം യുദ്ധം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുട്ടിക്കാലത്ത് ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലായിരുന്നു. അങ്ങ് തന്നെയല്ല ഈ ആയുധന കലകളെല്ലാം പഠിപ്പിച്ചെന്നെ. പരശുരാമസ്വാമി പറഞ്ഞു, ഞാൻ നിന്റെ ഗുരുവാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കുന്നില്ല. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഒന്നുകിൽ നീ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ സ്വീകരിക്കുക. പക്ഷെ ആ ഗുരു പറയുന്ന വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് പറയുന്ന ഈ കാര്യം എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അങ്ങ് വെറുതെ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഏതൊരു മണ്ടനായിട്ടുള്ള ആണായിരിക്കും മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ സ്വീകരിക്കുന്നു? അതുകൂടാതെ ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു, ഒരിക്കലും വിവാഹം കഴിക്കത്തില്ലെന്ന്. അതുകൊണ്ട് അങ്ങ് പറയുന്ന ഈ നിർദ്ദേശത്തിൽ ധർമ്മമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വായുദേവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗുരു പറയുന്ന നിർദ്ദേശങ്ങൾ അത് അധർമ്മമാണെങ്കിൽ പിന്നെ ആ ഗുരുവിനെ ത്യജിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഗുരുവിന് ശരിയും തെറ്റും മനസ്സിലാവുന്നില്ല, ഗുരുവിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ഗുരുവിനെ ത്യജിക്കണം എന്നാണ് വായുദേവൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനെക്കാട്ടിയും അങ്ങയായിട്ട് യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഈ ഒരു അധർമ്മം ചെയ്യാൻ അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നത് അങ്ങയുടെ എന്തോ ലാഭം പ്രതീക്ഷിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എൻ്റെ ബാഹുബലം എന്താണെന്ന് അങ്ങ് കാണും, എൻ്റെ ശക്തി എന്താണെന്ന് കാണും. നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെ പോകാമെന്ന് പറയും. എൻ്റെ അസ്ത്രങ്ങളാൽ അങ്ങ് വീഴുന്ന സമയത്ത് അങ്ങ് ഉപരിലോകങ്ങളിലേക്ക് യാത്രയാവുന്നതായിരിക്കും.
അപ്പോഴത്തേക്കും ഭീഷ്മർ പറഞ്ഞു, എനിക്ക് കൂടുതൽ ദേഷ്യം വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്നു അങ്ങ് ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തു എന്ന് 28 പ്രാവശ്യം. പക്ഷെ ഇന്ന് ഞാൻ തെളിയിക്കും അതൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞത് സത്യമല്ല എന്ന്. അങ്ങ് ക്ഷത്രിയരെ തീർത്ത സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്നെപ്പോലെ ആരും ഇല്ലായിരുന്നു. അങ്ങ് വെറും സാധാരണ തൃണം പോലെയുള്ള ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. അങ്ങയുടെ എല്ലാ അഹങ്കാരത്തെയും ഞാൻ തീർക്കാൻ പോവുകയാണ്, ഒരു സംശയമില്ലെന്ന്. ഇത് കേട്ടിട്ട് പരശുരാമസ്വാമി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ വലിയൊരു ഭാഗ്യമാണ് ഭീഷ്മരെ, നീ യുദ്ധം ചെയ്യാൻ തയ്യാറായല്ലോ. നിന്റെ ഈ ധാർഷ്ട്യമൊക്കെ ഞാൻ തീർത്തു തരുന്നതായിരിക്കും. നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിൽ കാണുന്നത്, നിന്റെ അമ്മ ഗംഗാദേവി നിന്നെ ശരീരമെല്ലാം കീറി മുറിഞ്ഞ് ഭൂമിയിൽ കിടക്കുന്നതായിട്ട് ചെന്നായ്ക്കളുടെയും കഴുകൻ്റെയും ഭക്ഷണമായി നീ തീരുന്നത് നിന്റെ അമ്മ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിന്റെ അമ്മ അതൊരിക്കലും അർഹിക്കുന്നില്ല, പക്ഷെ നീ അത്രത്തോളം മൂഢനും ഒരുപാട് അഹങ്കാരിയാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഋഷിയുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. യുദ്ധത്തിന് മുമ്പായിട്ടുള്ള വൈദിക ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ രഥത്തിൽ കയറി. എന്നിട്ട് ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും കയറ്റി ഞാൻ അങ്ങോട്ട് പോയി. എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പല സേവകരും പല സ്തുതി മന്ത്രങ്ങളും പാട്ടുകളും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ അവിടെ കുരുക്ഷേത്രത്തിലെത്തി. അവിടെ പരശുരാമസ്വാമി എനിക്കായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വലിയ വില്ലും പിടിച്ചുകൊണ്ട്. ആയിരക്കണക്കിന് അദ്ദേഹത്തിൻ്റെ ശിഷ്യരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരുപാട് ഋഷിമാർ അത് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ദേവലോകത്തും പല ദേവന്മാരും, സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ഇത് കാണാനായിട്ട് വന്നു എന്നുള്ളത്. എന്നിട്ട് അവരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്യായിരുന്നു. എൻ്റെ അമ്മ ഗംഗാദേവി സ്വയം അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പം ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ ഗംഗാദേവി വന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു ബ്രാഹ്മണനുമായിട്ട് യുദ്ധം ചെയ്യരുത്. ജമദഗ്നി പുത്രനായിട്ട് ഒരിക്കലും യുദ്ധം ചെയ്യരുത്. സാക്ഷാൽ മഹാദേവനെ പോലെ ശക്തനാണ് പരശുരാമൻ. മുഴുവൻ ക്ഷത്രിയ വംശത്തെയും ഉന്മൂലനം ചെയ്ത ആളാണ്. നിനക്കിതെല്ലാം അറിയാമെന്നല്ലോ. പിന്നെ എന്താണ് നീ അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാനായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചല്ലോ, പക്ഷെ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ പിന്തിരിയത്തില്ലെന്ന്. അവസാനം ഗംഗാദേവി പരശുരാമസ്വാമിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം എന്തായാലും ഭീഷ്മര് പരശുരാമസ്വാമിയുടെ തന്നെ ശിഷ്യനല്ലേ, അതുകൊണ്ട് മകനെ പോലെ തന്നെയല്ലേ എന്ന്. പക്ഷെ പരശുരാമസ്വാമി പറഞ്ഞു, ഇവൻ എന്തായാലും എൻ്റെ ശിഷ്യനല്ലേ, ഇവനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം അമ്മ ഇതൊന്നും കണ്ടു വയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് അപ്രത്യക്ഷയായി. അപ്പോൾ ഞാൻ പരശുരാമസ്വാമിയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് രഥവും ഇല്ല, കവചവും ഇല്ല. ഉടൻ തന്നെ ഭീഷ്മര് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് അങ്ങയായിട്ട് യുദ്ധം ചെയ്യുന്നത്? അങ്ങ് ഭൂമിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു രഥം അയക്കാം, കവചവും ധരിക്കും. കാരണം ഞാൻ ഇനി എൻ്റെ അസ്ത്രങ്ങൾ അയക്കാൻ പോവുകയാണ്. പരശുരാമസ്വാമി ചിരിച്ചിട്ട് പറഞ്ഞു, ഭീഷ്മരെ, ഈ ഭൂമിയാണ് എൻ്റെ രഥം, വേദങ്ങളാണ് എൻ്റെ കുതിരകൾ, കാറ്റാണ് എൻ്റെ സാരഥി.
ഇനി വേദങ്ങളുടെ എല്ലാം അമ്മ ഗായത്രി, സാവിത്രി, സരസ്വതി അവരാണ് എൻ്റെ കവചം. ഇവരെല്ലാം എന്നെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നു. നീ യുദ്ധം ചെയ്യുന്നു. നിമിഷങ്ങൾക്കകം ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ എന്നെ മൂടി പരശുരാമസ്വാമി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഓരോ അസ്ത്രങ്ങളെയും തടഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം ദിവ്യരഥത്തിൽ പരശുരാമസ്വാമി ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ ദിവ്യ കുതിരകളിലിരുന്ന്, അതായത് ആദ്യം നോക്കിയപ്പം രഥമൊന്നും ഇല്ലെന്ന് തോന്നി. പക്ഷെ പരശുരാമസ്വാമി പറഞ്ഞതുപോലെ തന്നെ അവിടെ രഥം ഉള്ളതായിട്ട് കണ്ടു. പ്രത്യേകതരം സ്വർണ്ണ കവചങ്ങളും ഒക്കെ ഭീഷ്മർക്ക് കാണാൻ പറ്റി. ആ രഥത്തെ കാണുന്നത് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നെന്ന് ഭീഷ്മർ പറയുന്നു. പരശുരാമൻ യമരാജനെ പോലെ നിൽക്കുകയായിരുന്നു. പല പല അസ്ത്രങ്ങളും വ്യക്തിരൂപത്തിൽ അവിടെ ഒന്ന് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പരശുരാമസ്വാമിയുടെ ശിഷ്യനായ അകൃതി വനൻ തന്നെ അവിടെ സാരഥിയായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിവേഗതയിൽ രഥം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു കൂട്ടം അസ്ത്രങ്ങൾ എനിക്ക് നേരെ വന്നു. അതിനെയെല്ലാം തടഞ്ഞു നിർത്തി ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് എന്നിട്ട് ഭീഷ്മര് രഥത്തിൽ നിന്ന് ഇറങ്ങി ആയുധങ്ങളെല്ലാം മാറ്റിവെച്ച് ഋഷിയുടെ മുമ്പിൽ കൈകൂപ്പി നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് തത്തുല്യനാണോ അതോ എന്നെക്കാട്ടി ശ്രേഷ്ഠനാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ അങ്ങയായിട്ട് യുദ്ധം ചെയ്യും. അങ്ങ് എൻ്റെ ഗുരുവായിട്ട് ഞാൻ യുദ്ധം ചെയ്യും. അങ്ങ് എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ. പരശുരാമസ്വാമി പറഞ്ഞു, കുരുശ്രേഷ്ഠ, നിന്റെ ഈ സ്വഭാവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നീ എന്നെ സംപ്രീതനാക്കിയിരിക്കുകയാണ്. നീ എങ്ങനെ നമസ്കരിച്ച് എൻ്റെ മുമ്പിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. പക്ഷേ ഞാനിതാ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ ഈ യുദ്ധത്തിൽ ജയിക്കട്ടെ. അല്ല, ക്ഷമിക്കണം, ഞാൻ നിന്നെ ശപിച്ചേനെ. പക്ഷേ എനിക്ക് നിനക്ക് വിജയം ലഭിക്കാനുള്ള അനുഗ്രഹം തരാൻ കഴിയില്ല. കാരണം ഞാൻ സ്വയം ആഗ്രഹിക്കുന്നു നിന്നെ നശിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് നീ നേരെ യുദ്ധം ചെയ്യുക, ധർമ്മത്തിനനുസരിച്ച് യുദ്ധം ചെയ്യുക, ക്ഷമയോടെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പരശുരാമസ്വാമി വീണ്ടും രഥത്തിൽ കയറി ശംഖ് ഊതുകയാണ്. യുദ്ധം ആരംഭിക്കുകയാണ്. രണ്ടുപേരും അന്യോന്യം എല്ലാ തരത്തിലുള്ള അസ്ത്രങ്ങളും എടുത്തെറിഞ്ഞു എന്നുള്ളത്. എല്ലാവരും ജയിക്കാൻ, രണ്ടുപേരും ജയിക്കാൻ വേണ്ടി അസ്ത്രങ്ങൾ അയക്കുകയാണ്. അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആ രണ്ടുപേരും ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യണം. കുറച്ച് അസ്ത്രങ്ങൾ അയച്ച് പരശുരാമന്റെ വില്ല് ഞാൻ ഒടിച്ചു, തുണ്ടം തുണ്ടാക്കി. മറ്റു പല അസ്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് നല്ല ആഴത്തിൽ മുറിവേൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ തുളച്ച് പുറകിലൂടെ പോയി അത് ഭൂമിയിൽ ചെന്ന് പതിച്ചു എന്നല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ തപോബലത്താൽ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. കുഴച്ചു കഴിഞ്ഞപ്പോൾ പരശുരാമസ്വാമി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ എന്നിട്ടും പർവ്വതം നിൽക്കുന്ന പോലെ നിൽക്കുകയായിരുന്നു പരശുരാമസ്വാമി. മറുപടിയായിട്ട് അദ്ദേഹം വീണ്ടും മൂർച്ചയേറിയ കുറച്ച് അസ്ത്രങ്ങൾ അയച്ചു. അത് ഇടിവെട്ടിയതുപോലെയാണ് എൻ്റെ ദേഹത്ത് കുത്തിക്കയറിയത്. എൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊക്കെ അത് തുളച്ചു കയറി. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ
കൊടിയിൽ തന്നെ, ധ്വജസ്തംഭത്തിൽ തന്നെ പിടിച്ചു രഥത്തിൽ. പിന്നെ ക്ഷമയോടെ അവിടെ ഇന്ന് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ബോധത്തെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഒരു 100 കണക്കിന് അസ്ത്രം പരശുരാമനെതിരെ എറിഞ്ഞു. ആ അസ്ത്രങ്ങൾ കൊണ്ട് പരശുരാമസ്വാമി ബോധം കെട്ട് വീണു. ഇത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ദുഃഖം തോന്നി. ഞാൻ വിചാരിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എൻ്റെ ഗുരുവിനെ തന്നെ കൊന്നു, ഒരു ബ്രാഹ്മണനെ കൊന്നു. ഞാൻ എൻ്റെ ആയുധങ്ങളെല്ലാം താഴെ വെച്ചു, തല കുനിച്ച് ഞാൻ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും പരശുരാമൻ എഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാരഥി എല്ലാ അസ്ത്രങ്ങളെയും ഊരി മാറ്റിയിരിക്കുന്നു, അദ്ദേഹത്തെ പരിചരിച്ച് തയ്യാറാക്കി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. നമ്മൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെ ഒത്തുകൂടി പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. പിറ്റേ ദിവസം സൂര്യോദയത്തിന് വീണ്ടും യുദ്ധം ആരംഭിച്ചു. നാഗങ്ങളെ പോലെ ചീറിപ്പാഞ്ഞു വരുന്ന കുറേ അസ്ത്രങ്ങൾ എനിക്ക് ഏറെ അയച്ചു പരശുരാമസ്വാമി. എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് അതിനെയെല്ലാം തടുത്തു. അതിനുശേഷം പരശുരാമസ്വാമി ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചു. അതിനും മറുപടിയായിട്ട് ഞാൻ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരസ്ത്രം നേരെ എൻ്റെ നെഞ്ചത്ത് തുളച്ചു കയറി. ഞാൻ ബോധം കെട്ട് വീണു. എൻ്റെ സാരഥി ഉടൻ തന്നെ എന്നെ യുദ്ധത്തിൽ നിന്നും അകറ്റി. ഇത് കണ്ടിട്ട് പരശുരാമസ്വാമിയുടെ ശിഷ്യരും അമ്പയും എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധം തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ സാരഥിയിൽ പറഞ്ഞു, മര്യാദയ്ക്ക് യുദ്ധക്കളത്തിൽ കൊണ്ടുപോടാം. വീണ്ടും പരശുരാമസ്വാമിയെ ഞാൻ നേരിട്ട് കണ്ടു. 100 കണക്കിന് അസ്ത്രങ്ങൾ ഞാൻ പരശുരാമനെതിരെ എറിഞ്ഞു. ആ ഓരോ അസ്ത്രത്തെയും പരശുരാമസ്വാമി തുണ്ടം തുണ്ടമാക്കി. വീണ്ടും ഞാൻ 100 കണക്കിന് അസ്ത്രങ്ങൾ രാമനെതിരെ എറിഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെയൊക്കെ തടുത്തുവെങ്കിലും ഒരസ്ത്രം അദ്ദേഹത്തെ തുളച്ചു കയറി എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ബോധം കെട്ട് വീണു എന്നുള്ളതാണ്. അങ്ങനെ പരശുരാമസ്വാമി ബോധം കെട്ട് വീണത് കണ്ടിട്ട് എല്ലാവരും പരശുരാമസ്വാമിയുടെ അടുത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. വെള്ളം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തളിച്ചു, മന്ത്രങ്ങൾ ജപിച്ചു. പരശുരാമസ്വാമി പിന്നെയും മെല്ലെ എങ്ങനെ എഴുന്നേറ്റു. എന്നിട്ട് പരശുരാമസ്വാമി ദേഷ്യത്തോടുകൂടി എന്നോട് പറയും, നീ അവിടെ തന്നെ നിൽക്കുക ഭീഷ്മര, നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി, നിന്നെ ഞാൻ കൊന്നിരിക്കുമെന്നുള്ളു. വീണ്ടും രഥത്തിൽ കയറുന്നതിന് മുമ്പേ ശക്തമായിട്ട് പരശുരാമസ്വാമി ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം എൻ്റെ വലതുഭാഗത്ത് കൊണ്ട് എന്നെ കറക്കി എന്നുള്ളത്. ഞാൻ ആ അസ്ത്രം കൊണ്ടിട്ടോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പരശുരാമസ്വാമി എൻ്റെ കുതിരകളെല്ലാം കൊന്നു. അതേസമയം വീണ്ടും ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ കൊണ്ട് എന്നെ മൂടി. പക്ഷെ അതേ സമയത്ത് വീണ്ടും അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിവേഗതയിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അസ്ത്രങ്ങളെല്ലാം തടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പരശുരാമനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ സാരഥി പെട്ടെന്ന് തന്നെ പുതിയ കുതിരകളെ രഥമായിട്ട് ബന്ധിപ്പിച്ചു. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം നടക്കുമായിരുന്നു ഞാനും പരശുരാമസ്വാമിയായിട്ട്. തുടർച്ചയായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ കാരണം 2 ദിവ്യാസ്ത്രങ്ങളും കൂടെ കൂട്ടിമുട്ടി അത് വായുവിൽ തന്നെ നിൽക്കുകയായിരുന്നു, താഴെ വീഴാതെ. അങ്ങനെ ആ ആകാശത്ത് വലിയ തുടർച്ചയായിട്ടൊരു അസ്ത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയുമായിരുന്നു.
ആർക്കും സൂര്യദേവനെയോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആകാശത്തെ കാണാനേ കഴിയുന്നില്ലായിരുന്നു. ആകാശം മൊത്തം അസ്ത്രങ്ങളെ കൊണ്ട് നിറഞ്ഞു. അത്രയ്ക്ക് വേഗതയിൽ അസ്ത്രങ്ങൾ അയക്കുകയായിരുന്നു. പരശുരാമൻ തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയക്കുമായിരുന്നു. 1000, 10,000, കോടിക്കണക്കിന് അസ്ത്രങ്ങൾ ഭീഷ്മർക്കെതിരെ വരികയായിരുന്നു. അതെല്ലാം ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ട് മറുപടി അയച്ചു ആ അസ്ത്രങ്ങൾക്കെല്ലാം. അങ്ങനെ വലിയൊരു തീ ആകാശത്ത് കാണപ്പെട്ടു. ചുറ്റുമുള്ള കാടുകളൊക്കെ കത്തിച്ചാമ്പലായി. അങ്ങനെ യുദ്ധം ചെയ്തതിൻ്റെ ഇടയിൽ സൂര്യൻ അസ്തമിച്ചു. വീണ്ടും യുദ്ധം കഴിഞ്ഞു. എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും ഏതൊക്കെ രീതിയിലുള്ള യുദ്ധ തന്ത്രങ്ങൾ പറയുന്നു അതൊക്കെ പ്രയോഗിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത പലതരം അസ്ത്രങ്ങൾ പരശുരാമൻ ഉപയോഗിച്ചു. പല പല രൂപങ്ങളെടുത്ത് എല്ലാ ദിശകളിൽ നിന്നും ആ അസ്ത്രങ്ങൾ എന്നെ ആക്രമിച്ചു. പക്ഷെ ഞാൻ രഥത്തിൽ കറങ്ങി 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 ആ അസ്ത്രങ്ങളെല്ലാം ഒരുവിധ അസ്ത്രത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് അതിന് മറുപടിയായിട്ട് ഞാൻ എൻ്റെ അസ്ത്രങ്ങളും അയച്ചു. എങ്ങനെയെങ്കിലും എതിരാളികളുടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടുപിടിക്കാനായിട്ട് രണ്ടുപേരും കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ കഷ്ടിച്ച് രണ്ടുപേരും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ദിവസവും യുദ്ധം നടക്കും, രാത്രി നമ്മൾ വിശ്രമിക്കും. അവസാനം യുദ്ധം ചെയ്ത് നമ്മൾ രണ്ടുപേരും തളർന്നു. അവസാനം 23-ാമത്തെ ദിവസം യുദ്ധത്തിൻ്റെ പരശുരാമസ്വാമി ഇരട്ടി ശക്തിയോടും ഉത്സാഹത്തോടും കൂടി യുദ്ധം ചെയ്യായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു കൂട്ടം അസ്ത്രങ്ങളെ അയച്ചു. വിഷം കൂടിയ സർപ്പം ചീറ്റി വരുന്നത് പോലെ, പത്തി വിടർത്തി വരുന്നത് പോലെ ആ അസ്ത്രങ്ങൾ എൻ്റെ കുതിരകളുടെയും സാരഥിയുടെയും നേരെ വന്നു. അവരെല്ലാം മരിച്ചു വീണു. അങ്ങനെ ഞാൻ ഒരു സാരഥിയോ രഥമോ ഇല്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. അതേ സമയത്ത് പരശുരാമസ്വാമി എന്നെ കൊല്ലാനുള്ള അത്രയ്ക്ക് ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ എനിക്ക് നേരെ അയക്കുമായിരുന്നു. ഞാൻ അതിനെല്ലാം മറുപടി കൊടുത്തു. അതിനുശേഷം പരശുരാമസ്വാമി ഏറ്റവും ശക്തമായിട്ടുള്ള അടുത്തൊരു അസ്ത്രം അയച്ചു. അത് മിന്നൽ പോലെ എൻ്റെ അടുത്തേക്ക് എത്തിയെന്നുള്ളതാണ്. അത് എൻ്റെ നെഞ്ചത്ത് കുത്തിത്തളച്ച് എന്നെ രഥത്തിൽ നിന്ന് എത്രയോ പുറമോട്ട് ദൂരെ കൊണ്ടുപോയി എറിഞ്ഞു എന്നുള്ളത്. ഇവിടെ പറയുന്ന ഒരു 50 അടി ഞാൻ പുറമോട്ട് പോയി വീണു. ഞാൻ മരിച്ചു എന്ന് കരുതി പരശുരാമസ്വാമി ആഘോഷിക്കാൻ തുടങ്ങി. കൂട്ടത്തിലുള്ള അനുയായികൾ എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. കൗരവരെല്ലാം ദുഃഖത്തിലായി. ഞാൻ ആകെ സ്തംഭിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ 8 ഋഷിമാരെ കണ്ടു ചുറ്റും. അവരെല്ലാവരും എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വെള്ളം കൊണ്ട് മുഖത്ത് കുടഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ തീർച്ചയായിട്ടും വിജയിക്കുമെന്നത്. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ കിട്ടി. ഞാൻ വീണ്ടും രഥത്തിൽ കയറി. എന്നിട്ട് എൻ്റെ അമ്മ ഗംഗാദേവി തന്നെ പുതിയ കുതിരകളെ എൻ്റെ രഥത്തിൽ തയ്യാറാക്കി. ഞാൻ ഗംഗാദേവിയുടെ കാല് തൊട്ട് നമസ്കരിച്ചു. ഞാൻ എൻ്റെ പൂർവികരെ എല്ലാവരെയും നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ രഥത്തിൽ കയറി. എന്നിട്ട് അമ്മയെടുത്ത് അമ്മ പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഭീഷ്മര് രഥവും ഒട്ടിക്കുന്നു, യുദ്ധവും ചെയ്യുന്നു.
എന്നിട്ട് ഞാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അസ്ത്രം അദ്ദേഹത്തെ നല്ല ആഴത്തിൽ മുറിവ് ഏൽപ്പിക്കുന്ന രീതിയിൽ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം തുളച്ചു കയറി അദ്ദേഹത്തിൻ്റെ മുട്ടുകുത്തി വീണു എന്നുള്ളതാണ്. കയ്യിൽ നിന്ന് വില്ലെല്ലാം വീണു, ബോധം കെട്ട് വീഴുകയാണ്. ആ സമയത്ത് ഞാൻ ഒരുപാട് അപശകുനങ്ങളൊക്കെ ചുറ്റും കണ്ടു. ആകാശത്ത് നിന്ന് രക്തം മഴയായിട്ട് പെയ്യുന്നതായിട്ടും ഒരുപാട് നക്ഷത്രങ്ങൾ വീഴുന്നതായിട്ടും സൂര്യഗ്രഹണം ഉണ്ടാകുന്ന പോലെയും വലിയ കൊടുങ്കാറ്റ് വീശുന്നതായിട്ടും ഭൂമി വിറയ്ക്കുന്നതായിട്ടും ഞാൻ കണ്ടു. പക്ഷേ പരശുരാമൻ ഒന്ന് താൽക്കാലികമായിട്ട് സ്തംഭിച്ചു എന്നേ ഉള്ളൂ. നിമിഷങ്ങൾക്കകം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റു എന്നുള്ള, എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്തു. രണ്ടുപേരും ഏറ്റവും ഭയാനകമായിട്ടുള്ള അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരുന്നു. വീണ്ടും സൂര്യൻ അസ്തമിച്ചു. വീണ്ടും രാത്രിയിൽ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളെ പോലെ ഒന്നിച്ച് ഇരിക്കുകയാണ്. ആ രാത്രിയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ശരീരം ഒരു പരുവായിരിക്കുകയായിരുന്നു. വൈദ്യരെല്ലാം വന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ യുദ്ധം ഒരിക്കലും തീരുന്നില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പരശുരാമസ്വാമി ഭീഷ്മര് ദേവന്മാരോട് പ്രാർത്ഥിച്ചു, പരശുരാമനെ കീഴ്പ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ 8 ബ്രാഹ്മണർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. വീണ്ടും അവരെന്നെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട ഗംഗാപുത്ര, നിന്റെ ശരീരം നമ്മുടെ ശരീരം തന്നെയാണ്. നിനക്ക് എല്ലാവിധ സംരക്ഷണവും നമ്മൾ നൽകും. അധികം താമസിക്കാതെ നീ പരശുരാമനെ കീഴ്പ്പെടുത്തും. ഈ ഒരു അസ്ത്രം പിടിച്ചോളൂ. ഇത് പൂർവ്വജന്മത്തിൽ നീ ഉപയോഗിച്ച അസ്ത്രമാണ്. വിശ്വകർമാവ് നിർമ്മിച്ച അസ്ത്രമാണ്. പ്രശ്വാപ അസ്ത്രമാണിത്. ഈ ഭൂമിയിൽ ആർക്കും ഈ അസ്ത്രത്തെക്കുറിച്ച് അറിയത്തില്ല. പരശുരാമന് പോലും അറിയത്തില്ല. നാളെ യുദ്ധത്തിൽ ഈ അസ്ത്രത്തെ ആവാഹിക്കൂ. ഉടൻ തന്നെ ഈ പ്രശ്വാപ അസ്ത്രം നിന്റെ അടുത്ത് എത്തുന്നതായിരിക്കും. ഈ ഒരു അസ്ത്രത്താൽ പരശുരാമൻ ദൂരെ തെറിച്ചു വീഴും, പക്ഷെ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. പരശുരാമനെ ആർക്കും കൊല്ലാൻ കഴിയില്ല, പക്ഷെ ആളെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. ഈ ഒരു അസ്ത്രത്താൽ അദ്ദേഹം ബോധം കെട്ട് വീഴും. പിന്നെ അദ്ദേഹത്തെ സംബോധന അസ്ത്രം കൊണ്ട് പുനർജീവിപ്പിക്കാൻ കഴിയുന്നു. എന്നിട്ട് ആ ബ്രാഹ്മണര് അദൃശ്യരായി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചു. യുദ്ധം വീണ്ടും ആരംഭിച്ചു. ആ ദേവബ്രാഹ്മണരുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരുപാട് പ്രചോദനം ലഭിച്ചു. പശുപതാസ്ത്രമല്ല, പാർശ്വപാസ്ത്രം. അങ്ങനെ പിറ്റേ ദിവസം സൂര്യോദയത്തോടു കൂടി എനിക്ക് ആ ബ്രാഹ്മണരുടെ അനുഗ്രഹം കിട്ടിയതോടുകൂടി എനിക്ക് ഒരുപാട് പ്രചോദനം ലഭിച്ചു. പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പ്രശ്വാപാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ മന്ത്രങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ആ മന്ത്രങ്ങൾ ഞാൻ ജപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ദേവലോകത്ത് നിന്നൊരു പ്രത്യേക ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഭീഷ്മരെ, ഈ അസ്ത്രം അയക്കരുത്, പ്രശ്വാപാസ്ത്രം അയക്കരുത്. പക്ഷേ അതെല്ലാം ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ ആ അസ്ത്രത്തെ ആവാഹിച്ച് വില്ലിലേക്ക് തൊടുത്തു. എന്നിട്ട് പരശുരാമന് സ്വാമിക്കെതിരെ ഞാൻ അയക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ അവിടെ നാരദ ഋഷി വന്നു എന്നുള്ളത്. നാരദ ഋഷി പറഞ്ഞു, ദേവന്മാരെല്ലാവരും ആകാശത്ത് വന്ന് നിൽക്കുകയാണ്. അവരെല്ലാവരും പറയുന്നു ഈ അസ്ത്രം ഉപയോഗിക്കരുത്. പാശുപതാസ്ത്രം അല്ല,
ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ? പ്രശ്വാപ അസ്ത്രം, പ്രശ്വാപ. നാരദ മഹർഷി അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, ദേവന്മാരെല്ലാം ആകാശത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. അവരെല്ലാവരും പറയുന്നു ഈ അസ്ത്രം ഉപയോഗിക്കരുതെന്ന്. കാരണം പരശുരാമൻ ഒരു തപസ്വിയാണ്, ഒരു ബ്രാഹ്മണനാണ്, നിന്റെ ഗുരുവാണ്. അതുകൊണ്ട് നിന്റെ ഗുരുവിനെ ഇങ്ങനെ അപമാനിക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആ 8 ബ്രാഹ്മണരെ ഞാൻ വീണ്ടും കണ്ടു. അവർ ചിരിച്ചിട്ട് പറഞ്ഞു, നാരദ മഹർഷി പറയുന്ന പോലെ കേൾക്കൂ, അതിലൂടെ എല്ലാവർക്കും നന്മയെ വരുന്നത്. പരശുരാമസ്വാമി എതിർക്കാൻ പറ്റാത്ത പ്രശ്വാപാസ്ത്രം എൻ്റെ വില്ലിൽ കണ്ടിട്ട് അത് അയക്കരുത് എന്ന് നാരദ മഹർഷിയും മറ്റു ഋഷിമാരും പറഞ്ഞത് പരശുരാമസ്വാമി കണ്ടില്ല. എന്നിട്ട് ആ പ്രശ്വാപാസ്ത്രത്തെ കണ്ടിട്ട് പരശുരാമസ്വാമി പറഞ്ഞു, ഭീഷ്മരെ, ഞാൻ തീർന്നു എന്ന് പറഞ്ഞിട്ട് വില്ല് താഴെ വയ്ക്കുകയാണ്. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പരശുരാമസ്വാമിയുടെ അച്ഛനായ ജമദഗ്നി ഋഷിയും ബാക്കിയുള്ള ദേവഋഷികളെല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഇനി യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അഷ്ടവസുക്കളിൽ ഒരാളാണ് ഭീഷ്മര്, അതുകൊണ്ട് ഭീഷ്മരെ കൊല്ലാൻ കഴിയില്ല, യുദ്ധത്തിൽ തോൽപ്പിക്കാനും കഴിയില്ല. പിന്നെ പറഞ്ഞു, ദേവേന്ദ്രൻ്റെ തന്നെ പുത്രനായ അർജുനൻ ഭീഷ്മരുടെ മരണത്തിന് കാരണമാകും, അത് ബ്രഹ്മദേവന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം അവിടെ അവസാനിച്ചു. ഒരുപാട് മുറിവേറ്റു. 25-26 ദിവസം യുദ്ധമായിരുന്നു. ഒരുപാട് മുറിവേറ്റ് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ പോയി കാൽക്കൽ വീണു. അതിനുശേഷം പരശുരാമസ്വാമി അമ്പെടുത്ത് പറഞ്ഞു, കുമാരി കണ്ടില്ലേ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു. ഇത് ഗുരുവും ശിഷ്യനും കൊണ്ടുള്ള കളിയ. ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും ഭീഷ്മരെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും നീ പൊയ്ക്കോ, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അന്നേരം അമ്പ പറഞ്ഞു, അങ്ങ് പറയുന്ന പോലെ ആവട്ടെ എന്ന്. അങ്ങേക്കൊണ്ട് പറ്റുന്ന പരമാവധി ശ്രമിച്ചു, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നാലും എൻ്റെ പ്രതികാരം തീർന്നിട്ടില്ല. ഞാൻ തപസ്യ ചെയ്യും, അതിലൂടെ സ്വയം ഭീഷ്മരെ കൊല്ലാനുള്ള ശക്തി ഞാൻ ആർജിക്കുന്നു. എൻ്റെ ഗുരു പരശുരാമൻ വളരെയധികം സന്തുഷ്ടനായിരുന്നു എൻ്റെ ശക്തി കണ്ടിട്ട്. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു, യുദ്ധത്തിൽ എനിക്കൊരു എതിരാളി കാണത്തില്ലെന്ന്. അങ്ങനെ ഒരു അനുഗ്രഹം പരശുരാമസ്വാമി എനിക്ക് നൽകി. അമ്പ പരശുരാമസ്വാമി നമസ്കരിച്ചിട്ട് അവിടുന്ന് പോയി. അമ്പ പിന്നെ ഉൾക്കാട്ടിലേക്ക് പോയി. യമുനാ തീരത്ത് ഒരുപാട് തപശ്ചര്യകൾ ചെയ്തു. ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഞാൻ കുറച്ച് ആൾക്കാരെ നിയമിച്ചിരുന്നു അമ്പയുടെ നീക്കങ്ങളെയൊക്കെ അറിയാൻ വേണ്ടി. അതുകൊണ്ട് അവരിടയ്ക്കിടയ്ക്ക് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു നൽകുമായിരുന്നു, അമ്പ എന്താ ചെയ്യുന്നതെന്ന്. യമുനാ തീരത്ത് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ 1 വർഷത്തോളം അമ്പ തപസ് ചെയ്തു. ശരീരമൊക്കെ ശോഷിച്ച് തൊലിയൊക്കെ കട്ടിയായി, സൂര്യൻ്റെ ചൂട് കാരണം മുടിയൊക്കെ ജട പിടിച്ചു. കൈ ഉയർത്തിപ്പിടിച്ച് അമ്പ 1 വർഷത്തോളം അങ്ങനെ നിന്നു. 1 വർഷം അങ്ങനെ തപസ് ചെയ്തതിന് ശേഷം അമ്പ ഉണങ്ങിയ ഒറ്റ ഇല മാത്രം കഴിച്ച് ഉപവാസത്തെ നിർത്തി. അതിനുശേഷം
ശരീരത്തിൻ്റെ അരഭാഗത്ത് വരെ വെള്ളത്തിൽ മുങ്ങി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് 1 വർഷം വരെ ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്തു. പന്ത്രണ്ട് വർഷത്തോളം അമ്പ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ്. അമ്പയുടെ ബന്ധുക്കളോ ആർക്കോ അമ്പയെ ഈ തപസ്സിൽ നിന്ന് തടയാൻ കഴിഞ്ഞില്ല. അതിനുശേഷം യമുന നദി വിട്ടിട്ട് പല പല സ്ഥലങ്ങളിലും അമ്പ യാത്ര ആരംഭിച്ചു. പല പല തീർത്ഥസ്ഥലങ്ങളും കണ്ടു, പല ഋഷിമാരുടെയും. ഇതിൻ്റെ ഇടയിൽ അമ്പ തപശ്ചര്യകൾ തുടർന്നുകൊണ്ടേയിരുന്നു. 3 സമയത്തും കുളിക്കും, ധ്യാനിക്കും, ഉപവാസമിരിക്കും. ദേവിയുടെ രൂപം കൂടുതൽ ഭയാനകമായി തുടങ്ങി. തപോബലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ദേവിയുടെ, അമ്പയുടെ മുഖഭാവമൊക്കെ. ഒരിക്കൽ ഗംഗാ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ, അതായത് ഗംഗാദേവി, അമ്പയടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര ഘോരമായിട്ടുള്ള തപസ് ചെയ്യുന്നത്? അമ്പ പറഞ്ഞു, ഞാൻ ഭീഷ്മരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. പരശുരാമന് പോലും ഭീഷ്മരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ തപസ്യ കൊണ്ട് ഭീഷ്മരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പം ഗംഗാദേവിക്ക് വലിയ ദേഷ്യമായി. നീ എത്ര ക്രൂരയാണ്, നീ ദുർബലയാണ്, നീ കാശി രാജാവിൻ്റെ പുത്രിയാണ്, നിനക്കതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇനി നീ ഇത് തുടരുകയാണെങ്കിൽ ഞാൻ നിന്നെ ശപിക്കും, നീ ഒരു നദിയായി മാറട്ടെ എന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം ചിരിക്കുന്നതായിട്ട് ഒന്ന് കാണിച്ചിട്ട് ഗംഗാദേവി അപ്രത്യക്ഷമായി. എന്നിട്ടും അമ്പ വിട്ടില്ലെന്നുള്ളതാണ്. കൂടുതൽ തപസ് ചെയ്തു. അമ്പ ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് വായുവിൽ മാത്രം ജീവിക്കാൻ തുടങ്ങി എന്നുള്ളു. വായുവിനെ പോലെ നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് വത്സഭൂമിയിലേക്ക് എത്തി. അവിടെ വത്സഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഗംഗാദേവി ശപിച്ചതുപോലെ അമ്പ ഒരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് ഗംഗാദേവി പറഞ്ഞിരുന്നു, നീ ഇങ്ങനെ തുടരുകയാണെങ്കിൽ മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു നദിയായിട്ട് മാറുന്നു. അതുകൂടാതെ നിന്റെ നദിയിലെ ദിവ്യ ഋഷികൾ ആരും വരത്തില്ല, നിറച്ച് ഭീകര മത്സ്യങ്ങളും മുതലകളും ആയിരിക്കും. അതേപോലെ തന്നെ സംഭവിച്ചു. ഒരു വത്സഭൂമി എന്ന് പറയുന്ന ഒരു നദിയായിട്ട് മാറി. ആർക്കും അതിൻ്റെ അടുത്തോട്ട് എത്താൻ കഴിയില്ല, കാരണം അത്രയും മുതലുകളും മത്സ്യങ്ങളും ക്രൂര മത്സ്യങ്ങളുമായിരുന്നു. പക്ഷേ അമ്പയുടെ തപോബലം കാരണം പകുതി ശരീരം മാത്രമായിരുന്നു നദിയായത്. പക്ഷെ പകുതി ശരീരം അങ്ങനെ തന്നെ തുടർന്നു. ആ പകുതി ശരീരം വെച്ച് അമ്പ വീണ്ടും തപസ് ചെയ്യാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വത്സഭൂമിയിലുള്ള ഋഷിമാരെല്ലാവരും അമ്പയുടെ അടുത്തെത്തി. അവരെല്ലാവരും ചോദിച്ചു, ദേവി എന്താണ് ആഗ്രഹിക്കുന്നത്? അന്നേരം അമ്പ എല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു, ദേവി മഹാദേവനെ ധ്യാനിക്കൂ, മഹാദേവന്റെ അനുഗ്രഹത്താൽ ദേവിയുടെ അനുഗ്രഹം എല്ലാം നടക്കുന്നു. അങ്ങനെ ഉടൻ തന്നെ അമ്പ മഹാദേവന് വേണ്ടി തപസ് ചെയ്യാണ്. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ ആഗ്രഹം വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അമ്പ എന്നെ കൊല്ലാനുള്ള ആ ഒരു വരം ചോദിച്ചു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, തീർച്ചയായിട്ടും നീ ഭീഷ്മരെ കൊല്ലും. അപ്പോൾ അമ്പ ചോദിച്ചു, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാനൊരു സ്ത്രീയല്ലേ?
മഹാദേവൻ പറഞ്ഞു, എൻ്റെ വാക്കൊരിക്കലും അസത്യമാകത്തില്ല. നീ ഒരു ആണാകും, എന്നിട്ട് നീ ഭീഷ്മരെ കൊല്ലുന്നു. അടുത്ത ജന്മത്തിൽ നിനക്കിതെല്ലാം ഓർമ്മ കാണും. ദ്രുപദന്റെ വംശത്തിൽ നീ ഒരു വലിയൊരു മഹാരഥനായിട്ട് ജനിക്കും. എല്ലാ തരത്തിലുള്ള ആയുധന കലകളിലും മികവ് നേടും, നല്ല പ്രാവീണ്യം നേടും. യുദ്ധത്തിൽ നീ അജയനായിട്ട് തീരും. ഇത് ഉറപ്പായിട്ട് നടക്കും. മഹാദേവൻ അപ്രത്യക്ഷനായി. അംബ ഉടൻ തന്നെ വിറകുകൾ ശേഖരിച്ച് ചിത തയ്യാറാക്കുകയാണ്. എല്ലാ ഋഷിമാരും കാത്തു നിൽക്കുക. എന്നിട്ട് ആ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് ഉള്ളിൽ പ്രതികാരവും കൊണ്ട് നേരെ ആ തീയിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ആ ഭീഷ്മരുടെ നാശം വരണം എന്ന് പറഞ്ഞിട്ട് തീയിൽ ചാടുകയാണ്. എന്തുവല്ലേ? ഹരേ കൃഷ്ണ, ഭയങ്കര സംഭവമല്ലേ? എന്തുവല്ലേ? അമ്പയെക്കുറിച്ച് നമ്മൾ ഇത്രയും വിചാരിച്ചിട്ടില്ലല്ലേ? അമ്പ ഇത്രയും ഭയങ്കര കഠോര തപസ് ചെയ്തും, അതും ഭീഷ്മരുമായിട്ടുള്ള യുദ്ധം പരശുരാമസ്വാമിയുടെ അല്ലേ, എത്ര പവർഫുൾ യുദ്ധമായിരുന്നല്ലേ? ഹരേ കൃഷ്ണ. നമ്മള് സീരിയലിലൊക്കെ കാണുമ്പോൾ കുറച്ച് അമ്പും വില്ലും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും, കുറച്ച് കുനിയും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളും. ഇത്രേ ഉള്ളൂ. ഇത് എന്തുവായിരുന്നു? അതും അമ്പയുടെ തപസ് എന്തുവാ? ഹരേ കൃഷ്ണ. ഇത്രയും കഠിന തപസ് ചെയ്ത വേറൊരു സ്ത്രീ കാണത്തില്ല. ചുമ്മാതാണോ ശിഖണ്ഡി ആയതല്ലേ? ശിഖണ്ഡി സാധാരണ നമ്മൾ ശിഖണ്ഡി എന്ന് പറയുമ്പോൾ ഉടനെ ആണും പെണ്ണും കെട്ട ആളെന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ശിഖണ്ഡി ഭയങ്കര പവർഫുൾ യോദ്ധാവാണ്. പൊതുവെ സീരിയലിലൊക്കെ കാണിക്കുമ്പോൾ ശിഖണ്ഡിയെ ഒരു ആണും പെണ്ണും കെട്ട ആളായിട്ടാണ് കാണിക്കുന്നത്, നപുംസകമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശിഖണ്ഡി ഒരു ആണാണ്, യോദ്ധാവാണ്, ഭയങ്കര പവർഫുൾ യോദ്ധാവാണ്. എന്നിട്ട് ഇത്രയും കാലം നമ്മൾ സീരിയലിലൊക്കെ കണ്ടത് വെറുതെ ആയില്ലേ അല്ലേ? കാരണം അത്രയും തപോബലമുണ്ട്. ഇത്രയും തപസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഋഷിമാര് പോലും പേടിച്ചു പോയി. അത്രയും തപസ് ചെയ്തിട്ടുണ്ട് ശിഖണ്ഡി. സാക്ഷാൽ മഹാദേവനാണ് പറയുന്നത്, നീ മഹാപരാക്രമിയായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഭയങ്കര പവർഫുൾ യോദ്ധാവായിട്ട് മാറുമെന്ന് മഹാദേവനാ പറഞ്ഞിരിക്കുന്നത്. അന്നേരം പിന്നെ അതും പാണ്ഡവ സൈന്യത്തിലെ ഒരു അക്ഷൗണി പടയുടെ നേതൃത്വം വഹിക്കുന്ന ശിഖണ്ഡിയാണ്. എന്നിട്ട് ഭീഷ്മര് പാണ്ഡവരുടെ ബലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ശിഖണ്ഡിയുടെ പേര് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ശിഖണ്ഡി വളരെ പവർഫുൾ ഒരു യോദ്ധാവാണെന്ന്. ഹരേ കൃഷ്ണ. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. അങ്ങനെ അംബ തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പക്ഷേ അന്നേരം ഭീഷ്മർ ഇവിടെ പറയുന്നു, ശിഖണ്ഡി പൂർവ്വജന്മത്തിൽ അമ്പയായിരുന്നു. പക്ഷെ ശിഖണ്ഡി ജനിച്ചപ്പോ സ്ത്രീയായിട്ട് തന്നെയാണ് ആദ്യം ജനിച്ചത്. പിന്നെയാണ് ഇപ്പോഴത്തെ ആൺരൂപം കിട്ടിയതെന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. എന്നിട്ട് ഇവിടെ പറയുന്നു, ദ്രുപദന് കുട്ടികളില്ലായിരുന്നു കുറെ കാലം. അങ്ങനെ ദ്രുപദനും ഭാര്യയും മഹാദേവനെ തപസ് ചെയ്തു ഒരു കുട്ടിക്കായിട്ട്. ശക്തനായിട്ടുള്ള ഒരു പുത്രൻ ലഭിക്കണമെന്ന്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് ജനിക്കുന്ന ഒരു പുത്രനായിരിക്കത്തില്ല, ഒരു പുത്രിയായിരിക്കും. പക്ഷെ പിന്നെ ആ പുത്രി പുത്രനായിട്ട് മാറുന്നു. പക്ഷെ ദ്രുപദന് ആൺകുട്ടിയെ തന്നെ വേണമായിരുന്നു. മഹാദേവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ നടക്കൂ, വേറൊന്നും നടക്കത്തില്ലെന്ന്. അങ്ങനെ ദ്രുപദന് ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. അന്നേരം മഹാദേവന്റെ
വാക്കുകൾ വിശ്വസിച്ച് ദ്രുപദൻ പറഞ്ഞു, മകനാണ് ജനിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ആണുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ചടങ്ങാണോ ചെയ്യേണ്ടത് അതേ രീതിയിലുള്ള ചടങ്ങുകളാണ് ചെയ്തത്. ആരും ആ കുട്ടിയെ കണ്ടിട്ടില്ല. കൊട്ടാരത്തിലുള്ള കുറച്ചുപേർ മാത്രമേ ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ദ്രുപദൻ ആ കുട്ടിയെ വളരെ സ്നേഹത്തോടു കൂടി വളർത്തി. എല്ലാ തരത്തിലുള്ള കലകളും പഠിപ്പിച്ചു, ആയുധന കലകളും പഠിപ്പിച്ചു. യുവതിയായപ്പോൾ ദ്രുപദന്റെ ഭാര്യ ഒരു മകന് വേണ്ടി ഒരു പത്നിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ ഇതിപ്പം പെൺകുട്ടിയാണല്ലോ, ആൺകുട്ടി ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ദ്രുപദൻ വലിയ ടെൻഷനായി. കാരണം ഇതുവരെയും പെൺകുട്ടി ആൺകുട്ടിയായിട്ട് മാറിയിട്ടില്ല. അന്നേരം മഹാദേവൻ ഇനി പറഞ്ഞത് അസത്യമാണോ? പക്ഷെ ഭാര്യ ഉറപ്പിച്ചു എന്നുള്ളത്. മഹാദേവന്റെ വാക്കുകൾ ഒരിക്കലും തെറ്റാകത്തില്ല. ശിഖണ്ഡി എന്തായാലും ഒരു ആണായിട്ട് മാറും. അതുകൊണ്ട് എന്തായാലും പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. അതുകൊണ്ട് ദ്രുപദന് ഭാര്യയുടെ വാക്കുകൾ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഹിരണ്യവർമ്മന്റെ മകളെ തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത്. ദശാർണകൻ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ രാജാവിന്. ആ രാജാവ് അജയനായിരുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു ദ്രുപദന്റെ മകനുമായിട്ട് വിവാഹം കഴിപ്പിക്കാൻ. അതുകൊണ്ട് ആർക്കും ഒട്ടും സംശയം തോന്നിയില്ല വിവാഹം കഴിഞ്ഞപ്പോൾ ഇതൊരു പെൺകുട്ടിയാണ്. അതും ഒരുപാട് തപോബലം ഉണ്ടായിരുന്നു ശിഖണ്ഡിക്ക്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ദേവനെ പോലെയായിരുന്നു തോന്നുന്നത്. കവചമൊക്കെ ധരിച്ച ആൺകുട്ടിയെ പോലെയായിരുന്നു. ശിഖണ്ഡിക്ക് പൂർവ്വജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. മഹാദേവന്റെ വാക്കുകളും ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പെൺകുട്ടി ആയിട്ട് പോലും ശിഖണ്ഡി എപ്പോഴും ഒരു ആണിനെ പോലെയായിരുന്നു പെരുമാറ്റമൊക്കെ. പക്ഷേ ഹിരണ്യവർമ്മന്റെ മകൾ ആ സത്യം തിരിച്ചറിഞ്ഞു. ഹിരണ്യവർമ്മന്റെ മകൾ ദൂതന്മാരെ അയച്ചു അച്ഛനോട് ഇത് പറഞ്ഞു, ദ്രുപദന്റെ മകൻ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയാണെന്ന്. ഇത് കേട്ടപ്പോൾ ഹിരണ്യവർമ്മന് ദേഷ്യമായി. എന്നിട്ട് ഉടൻ തന്നെ ഹിരണ്യവർമ്മൻ ദൂതനെ അയച്ചു ദ്രുപദന്റെ അടുത്ത്. നീ വലിയൊരു ചതിവാണ് നമ്മളോട് ചെയ്തത്. നീ നിന്റെ മകളെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു. ഇതിന് പകരമായിട്ട് ഞാൻ നീയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നിനക്ക് നല്ല ശിക്ഷ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ദ്രുപദനെ ഒരു കള്ളനായിട്ടായിരുന്നു എല്ലാവരും ചിത്രീകരിച്ചിരുന്നത്. ദ്രുപദനൊന്നും പറയാൻ പറ്റിയില്ല. ദ്രുപദൻ പല രീതിയിലും ശിഖണ്ഡിയുടെ ഭാര്യയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കി, പ്രതീക്ഷകൾ നൽകി. ശിഖണ്ഡി തീർച്ചയായിട്ടും ഒരു ആണാകുന്നതായിരിക്കുമെന്ന്. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഹിരണ്യവർമ്മൻ വലിയൊരു സൈന്യമായിട്ട് കാമ്പില്യ രാജ്യത്തിലേക്ക് പോയെന്നുള്ളത് ദ്രുപദന് വലിയ ഭയമായി. ദ്രുപദൻ പറഞ്ഞു, നമ്മളെല്ലാവരും മണ്ടന്മാരായി. വലിയൊരു ആപത്തിനെയാണ് നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ആപത്തിലാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ്രുപദനും ഭാര്യയും ഉടൻ തന്നെ പറഞ്ഞു, ദേവന്മാരെ നമുക്ക് പൂജിക്കാമെന്ന്. അങ്ങനെ ദ്രുപദൻ ദേവന്മാരെ ക്ഷണിച്ചു വരുത്തുകയാണ്. ആ സമയത്ത് ഹിരണ്യവർമ്മൻ രാജ്യത്തിൽ ആക്രമിക്കാനായിട്ട് തയ്യാറെടുപ്പിലാണ്. ഇതേ സമയത്ത് ശിഖണ്ഡി വലിയൊരു ആപത്ത് മനസ്സിലാക്കിയിട്ട് ശിഖണ്ഡി വിചാരിച്ചു, ഞാൻ കാരണമാണല്ലോ ഈ രാജ്യത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാമെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ സ്തൂനൻ എന്ന് പറയുന്ന ഒരു യക്ഷൻ താമസിക്കുന്ന ഒരു കാടാണ്. ആ കാട്ടിൻ്റെ ഉള്ളിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്തൂനൻ അവിടെ എത്തി.
എന്നിട്ട് ആ തപസ് അതൊക്കെ കണ്ടിട്ട്, ഉപവാസം ഇരുന്നിട്ട് കണ്ടിട്ട് യക്ഷൻ സ്തൂനൻ ചോദിച്ചു, നീ എന്തിനാണ് തപസ് ചെയ്യുന്നത്? യക്ഷൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത്? ശിഖണ്ഡി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന ആർക്കും എനിക്ക് തരാൻ കഴിയില്ല. പക്ഷെ സ്തൂനൻ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് തരാൻ കഴിയും, പറയൂ, ഞാൻ കുബേരൻ്റെ സേവകനാണ്, നീ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് തരാൻ കഴിയും, നിനക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ ശിഖണ്ഡി എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു ഇതേ ഉള്ളൂ, എന്നെ ആണാക്കണം. യക്ഷൻ ഈ കഥയെല്ലാം കേട്ടപ്പോൾ ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും നടക്കും, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പെണ്ണാകും, എന്നിട്ട് നീ എൻ്റെ ആണത്വം നീ സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നീ എന്നെ വീണ്ടും ആണാക്കേണ്ടതാണ്, നീ വീണ്ടും പെണ്ണാകേണ്ടതാണ്. അങ്ങനെ ശിഖണ്ഡി സ്തൂനുമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ഒരു മായാവി ശക്തിയാൽ ശിഖണ്ഡി ഒരു ആണായിട്ട് മാറുകയാണ്, യക്ഷൻ പെണ്ണായിട്ട് മാറുകയാണ്. എന്നിട്ട് ശിഖണ്ഡി ഉടൻ തന്നെ കാംബല്യത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഹിരണ്യവർമ്മൻ കാംബല്യത്തിലേക്ക് എത്തി, പുറത്തു വാ ദ്രുപദ, നീ എൻ്റെ കുടുംബത്തെ പറ്റിച്ചു, ഇനി നീ യുദ്ധത്തിൽ എന്നെ നേരിടൂ. പക്ഷെ ശിഖണ്ഡി ആണായിട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ദ്രുപദൻ പറഞ്ഞു, നിനക്ക് തെറ്റുപറ്റിയതാണ്, നീ തന്നെ നോക്കൂ, ഇതെൻ്റെ മകനാണ്, എൻ്റെ മകൻ ശിഖണ്ഡിയാണെന്ന് പറഞ്ഞു. അന്നേരം ഹിരണ്യവർമ്മൻ കുറച്ച് ആൾക്കാരെ വെച്ച് സൂക്ഷിച്ച് നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് ദ്രുപദന്റെ മകൻ തന്നെയാണ്, ആൺ തന്നെയാണ് എന്ന് ഹിരണ്യവർമ്മനെ അറിയിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാള് ഹിരണ്യവർമ്മൻ ദ്രുപദന്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ സന്തോഷത്താൽ തിരിച്ചു പോവുകയാണ്. സ്തൂനൻ അതേ സമയത്ത് സ്ത്രീ രൂപത്തിൽ ആ കാട്ടിൽ തന്നെ കഴിയുകയാണ്, ശിഖണ്ഡി തിരിച്ചു വരുന്നതുവരെ. കുബേരൻ ആ സമയത്ത് ആകാശത്തൂടെ പോവുകയാണ്. അന്നേരം കുബേരൻ സ്തൂനന്റെ ആ കൊട്ടാരം കണ്ടു. അന്നേരം കുബേരൻ അവിടെ വന്നു ആ കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ആരാണ്, എന്നെ സ്വീകരിക്കാൻ ആരും ഇല്ലേന്ന്. എന്നിട്ട് ചില യക്ഷന്മാർ വന്നിട്ട് പറഞ്ഞു എന്താണ് സംഭവിച്ചെന്ന്. കാരണം സ്തൂനൻ ഇങ്ങനെ പെൺരൂപം എടുത്ത് അകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഉടനെ കുബേരന് ദേഷ്യമായി, ആ മണ്ടനെ ഇങ്ങോട്ട് വിളിക്കുക, അവന് നല്ല ശിക്ഷ കൊടുക്കണം. അന്നേരം ഇത് ഈ ആ കാട്ടിലെ ആ കൊട്ടാരം കുബേരന്റെ കൊട്ടാരമായിരുന്നു. അന്നേരം അവിടുത്തെ കാവൽക്കാരനായിരുന്നു ഈ യക്ഷൻ. അന്നേരം കുബേരൻ അവിടെ വിശ്രമിക്കാനായിട്ട് വന്നപ്പോ കുബേരനെ സ്വീകരിക്കാൻ ആരുമില്ല. അന്നേരം കുബേരൻ ചോദിക്കാണ്, ഇവിടെ ഏതോ ഒരുത്തം പോലും ഇല്ല, എന്താ, എവിടെ പോയി, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള യക്ഷന്മാര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഉടൻ തന്നെ സ്തൂനൻ നാണിച്ചൊരു പെൺരൂപത്തിലാണല്ലോ, നാണിച്ചിങ്ങനെ പുറത്തു വരികയാണ് കുബേരന്റെ മുമ്പിൽ. എന്നിട്ട് കുബേരൻ പറയാം, വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ പരിപാടിയെ? എന്നിട്ട് കുബേരൻ പറഞ്ഞു, നീ വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് യക്ഷന്മാർക്ക്, അതുകൊണ്ട് ഞാൻ ഇതാ നിന്നെ ശപിക്കുന്നു, നിനക്ക് ഒരിക്കലും നിന്റെ ആണത്വം തിരിച്ചു കിട്ടാതാകട്ടെ എന്ന്. ശിഖണ്ഡിക്കും
അവളുടെ പെൺരൂപം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഇത് കേട്ടിട്ട് ബാക്കിയുള്ള യക്ഷന്മാർക്ക് വലിയ കാരുണ്യം തോന്നി സ്തൂലിനോട്. കാരണം സഹതാപം തോന്നിയിട്ട് ചെയ്തതാണല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും അപേക്ഷിച്ചു, ഇങ്ങനൊരു വലിയ ശിക്ഷ സ്തൂലിന് കൊടുക്കരുത്. അപ്പം കുബേരൻ പറഞ്ഞു, ശരി, ശിഖണ്ഡി മരിക്കുന്ന സമയത്ത് സ്തൂലിന് അവന്റെ ആൺരൂപം തിരിച്ചു കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുബേരൻ അവിടുന്ന് യാത്രയാകുകയാണ്. പക്ഷെ പാവം ശിഖണ്ഡി തിരിച്ചു വരികയാണ് അവിടെ. കാരണം ശിഖണ്ഡി വേറൊന്നും ആഗ്രഹിച്ചില്ല. ശിഖണ്ഡി സ്തൂലന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ കുറച്ച് വൈകി. ഇനി ഞാൻ എൻ്റെ ആണത്വം അങ്ങേക്ക് വീണ്ടും തിരിച്ചു തരുവാന്ന്. പക്ഷെ സ്തൂലൻ പറഞ്ഞു, വിഷമിക്കേണ്ട, വിധിപ്രകാരം നിന്റെ ജീവിതകാലം മുഴുവൻ നീ ആണായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട, അതുവരെ ഞാൻ ഈ പെണ്ണായിട്ട് ഇവിടെ ഇരുന്നോളാം. ഇത് കേട്ടപ്പോൾ ശിഖണ്ഡിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ശിഖണ്ഡി കാമ്പല്യത്തിലേക്ക് പോവുകയാണ്. അന്നേരം ഭീഷ്മർ പറഞ്ഞു, ശിഖണ്ഡി നേരത്തെ അമ്പയായിരുന്നു, എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാളാണ്. പക്ഷെ ഈ ഒരു ജന്മത്തിൽ ആദ്യം ശിഖണ്ഡി പെണ്ണായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശിഖണ്ഡിക്കെതിരെ ആയുധമെടുക്കത്തില്ല. ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. കാരണം ഞാൻ സ്ത്രീകൾക്കെതിരെ ആയുധം എടുക്കത്തില്ല, ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതോ ആർക്കെങ്കിലും സ്ത്രീയുടെ പേരുണ്ടോ അവരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യത്തില്ല. ആരെങ്കിലും സ്ത്രീയുടെ വേഷത്തിൽ ഇരുന്നാൽ പോലും, ആണായിട്ട് സ്ത്രീയുടെ വേഷത്തിൽ ഇരിക്കുകയാണെങ്കിലും അവരെ ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യത്തില്ല. കാരണം പ്രീവിയസ് എക്സ്പീരിയൻസ്. കാരണം ഒരു അമ്പ കാരണം ഉണ്ടായ സംഭവങ്ങളെ, അതുകൊണ്ട് മടുത്തിരിക്കുക അമ്പ കാരണം ഭീഷ്മർ. അതുകൊണ്ട് സ്ത്രീകളുള്ള സ്ഥലത്തോടെ ഭീഷ്മര് പോകത്തില്ല, കാരണം മടുത്തു. അന്നേരം ഭീഷ്മർ പറയണ, അതുകൊണ്ട് ദുര്യോധന, ശിഖണ്ഡി എന്നെ എത്ര ആക്രമിച്ചാലും ഞാൻ ശിഖണ്ഡിക്കെതിരെ ഒന്നും ചെയ്യത്തില്ലെന്ന്. അപ്പോ ദുര്യോധൻ തല കുലുക്കി സമ്മതിച്ചു. ദുര്യോധന്റെ ഉള്ളിൽ ഭീഷ്മരെ കുറിച്ചുള്ള ആ ബഹുമാനമൊക്കെ വർദ്ധിച്ചു. നമ്മുടെ പിതാവ് ഒരു സംഭവം തന്നെ കേട്ടോ. പരശുരാമനായിട്ട് എന്ത് യുദ്ധമായിരുന്നു. എന്നിട്ട് ദുര്യോധൻ ഭീഷ്മരുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഗംഗാപുത്ര, ഇനി നമുക്ക് പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, അവരുടെ സൈന്യം ഒരു സമുദ്രത്തെ പോലെ തന്നെയാണ്. അതുകൊണ്ട് പിതാമഹ അങ്ങ് പറയൂ, എത്ര സമയമെടുക്കും അവരെ എല്ലാം തീർക്കാനായിട്ട്? ഭീഷ്മര് ചിരിച്ചിട്ട് പറഞ്ഞു, നീ ശരിയായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ദുര്യോധന ചോദിച്ചിരിക്കുന്നത്. ഒരു നേതാവ് എന്തായാലും ശത്രുവിന്റെ ബലത്തെയും ബലഹീനതയും മനസ്സിലാക്കണമല്ലോ. എൻ്റെ ഏറ്റവും വലിയ ശക്തി ഞാൻ എങ്ങനെയായിരിക്കും യുദ്ധത്തിൽ കാണിക്കുന്നതെന്ന് നീ കേൾക്കൂ. ഞാൻ സാധാരണ യോദ്ധാക്കളുമായിട്ട് സാധാരണ അസ്ത്രങ്ങളെ ഉപയോഗിക്കും. കാരണം ദുര്യോധൻ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇത്രയും പരശുരാമനുമായിട്ട് ഒറ്റയ്ക്ക് ഇത്രയും ദിവസം യുദ്ധം ചെയ്ത ആൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവരെയൊക്കെ തീർക്കാൻ പറ്റും. അന്നേരം ദുര്യോധൻ ചോദിച്ചാൽ, അതൊക്കെ ഇരിക്കട്ടെ ഭീഷ്മ പിതാമഹ, എത്ര സമയം എടുക്കും ഇവരെല്ലാം തീർക്കാൻ?
അതാണ് ഭീഷ്മർ ചിരിച്ചത്. അന്നേരം ഭീഷ്മർ പറഞ്ഞു, എനിക്ക് ചില നിബന്ധനകളുണ്ട്. സാധാരണ യോദ്ധാക്കളുമായിട്ട് ഞാൻ സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിക്കൂ. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ അറിയുന്നവരുമായിട്ട് മാത്രമേ ഞാൻ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. ഒരു ദിവസം ഞാൻ 10,000 യോദ്ധാക്കളെയും 10,000 രഥികളെയും കൊല്ലും. അതായത് രഥത്തിൽ യുദ്ധം ചെയ്യുന്ന 1000 പേരെയും 10,000 പടയാളികളെയും ഒരു ദിവസം ഞാൻ കൊന്നിരിക്കും. ചിലപ്പം കൂടുമെന്നുള്ളത്. ഞാൻ ദേശത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് കൂടുതൽ പേരെ ഞാൻ കൊല്ലുന്നു. പക്ഷെ ഞാൻ ധർമ്മത്തിലൂടെ മാത്രമേ യുദ്ധം ചെയ്യുന്നു. ഭീഷ്മർ ദുര്യോധനെ വീണ്ടും യുദ്ധത്തിന്റെ നിയമങ്ങളെയൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് ഒരിക്കലും ലംഘിക്കത്തില്ലെന്ന്. അതുകൊണ്ട് അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഉദാഹരണത്തിനായിട്ട് സാധാരണ യോദ്ധാക്കളെ ആയിട്ട് യുദ്ധം ചെയ്യാൻ ഒരിക്കലും ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. തുല്യരുമായിട്ടായിരിക്കണം യുദ്ധം. മുന്നിലുള്ള വ്യക്തിയുടെ കയ്യിൽ ആയുധം എങ്കിൽ അത് ദ്വന്ദ്വ യുദ്ധമായിരിക്കണം ചെയ്യേണ്ടത്. ഒരിക്കലും നിരായുധനായിട്ടുള്ള വ്യക്തിയായിട്ട് ആയുധം ഉപയോഗിക്കാൻ പാടില്ല. ഭീഷ്മര് വില്ലിനെ പിടിച്ചു. ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, അതായത് എല്ലാ ദിവസവും 10,000 പടയാളികളെയും 1000 രഥത്തിൽ ഉള്ള യോദ്ധാക്കളെയും കൊന്നു തീർക്കുകയാണെങ്കിൽ ഞാൻ 1 മാസം കൊണ്ട് പാണ്ഡവ സൈന്യത്തെ മുഴുവൻ തീർക്കാമെന്ന്. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് വലിയ സന്തോഷമായി. എന്നിട്ട് ദ്രോണാചാര്യടുത്ത് നോക്കി പറഞ്ഞു, അങ്ങേക്ക് എത്ര നേരം എടുക്കും പൂർണ്ണമായിട്ട് സൈന്യത്തെ മുഴുവൻ തീർക്കാനായിട്ട്? ഭീഷ്മർ ചിരിച്ചതുപോലെ ദ്രോണനും ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ വൃദ്ധനായി, എൻ്റെ ശക്തികളൊക്കെ ക്ഷയിച്ചു. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ യുദ്ധം ചെയ്യാം. പാണ്ഡവ സൈന്യത്തെ ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നതായിരിക്കും. എനിക്കും തോന്നുന്നു ഏകദേശം 1 മാസം കൊണ്ട് എനിക്ക് സമ്പൂർണ്ണ സൈന്യത്തെയും തീർക്കാൻ കഴിയുന്നു. കൃപാചാര്യർ പറഞ്ഞു അദ്ദേഹത്തിന് 2 മാസം എടുക്കുന്നു. അശ്വത്ഥാമ പറഞ്ഞു 10 ദിവസം കൊണ്ടുവന്നു. കർണൻ പറഞ്ഞു 5 ദിവസം കൊണ്ടുവന്നു. കാരണം 5 ദിവസം എന്ന് പറയുമ്പോൾ ഭീഷ്മർ ചിരിയോടെ ചിരിയുന്നു. കർണൻ ഭീഷ്മർ പറഞ്ഞു, നീ അർജുനെ നേരിടാതെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന്. അതുകൊണ്ട് നീ ചുമ്മാ ഇങ്ങനെ വാചം അടിക്കാതെ അത് യാഥാർത്ഥ്യത്തിൽ കാണിക്കാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ കർണൻ അങ്ങോട്ട് ദേഷ്യം വന്നു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. ദുര്യോധനൻ വീണ്ടും ഓരോരോ യോദ്ധാക്കളോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും, അത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ എല്ലാവരെയും യുദ്ധത്തിലേക്കുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചു. കൗരവർ അവരുടെ യുദ്ധത്തിലുള്ള രണനീതി എന്തായിരിക്കണം എന്നൊക്കെ ചർച്ച ചെയ്തു രാത്രിയോളം. കാരണം അടുത്ത സൂര്യോദയത്തോടു കൂടി യുദ്ധം ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ ഒരു അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അധ്യായം? കമൻസിലിടും. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് കൗരവരും പാണ്ഡവരും യുദ്ധകളത്തിൽ ഒത്തുകൂടുന്ന ആ ഒരു രംഗമായിരിക്കും. അതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരത്ത് ഭഗവത്ഗീത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് മഹാഭാരതത്തിൻ്റെ അടുത്ത ഭാഗം ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.